ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിനായിട്ടുണ്ട്. നമുക്കതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഹാൻഡിൽ ലോക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് സൈഡ് വണ്ടി തിരിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ റൈസ് ആവണ കംപ്ലയിൻ്റ് ഉണ്ട്, പിന്നെ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിൽ കയറ്റി ആക്സിലേറ്ററിൻ്റെ കേബിളിൽ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ റേസിംഗ് ഉണ്ട്. പിന്നെയുള്ളൊരു കംപ്ലയിൻറ്റ് വണ്ടി ഓടിക്കുമ്പോൾ ചെയിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ നോർമലായിട്ടുള്ള സൗണ്ട് ഉണ്ട്. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനും ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് കിടക്കുന്ന കമ്പനി ലൈൻഡറാണ്. ഈ സർവീസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. നമുക്ക് ചെയിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ചെയിൻ മോശമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഞാൻ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്കായി, തന്നെയല്ല ബാക്ക് സൈഡിലൊന്നും തീരെ പെടുത്തില്ലാത്തൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ സെറ്റ് ചെയ്താലും ഇപ്പോഴത്തെ ആടി കാര്യങ്ങൾ മാറുമെങ്കിലും സൗണ്ട് പിന്നീട് പെട്ടെന്ന് വരും, പെട്ടെന്ന് ലൂസാവുകയും ചെയിൻ്റെ സൗണ്ട് പെട്ടെന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ അത് ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ട ഒരു ടൈം ആകുമ്പോഴാണ് ആ പ്രോബ്ലം വരിക. ഇതിൻ്റെ ലിങ്കിൻ്റെ ഓരോ തേമാനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഈ ബാക്കിലത്തെ ഫ്രീ പ്ലേ എന്ന് മനസ്സിലാവും. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിടാണെങ്കിലാണ് ആ കംപ്ലയിൻറ്റ് 100% മാറുള്ളൂ. അതല്ലെങ്കിൽ തൽക്കാലം നമുക്കിപ്പോൾ ചെയിൻ അടിയുടെ കേസൊക്കെ റെഡിയാവും, പക്ഷേ പെട്ടെന്ന് ചെയിൻ ലൂസാവുകയും നമുക്ക് ഈ ആക്സിലേറ്റർ കുറയ്ക്കുന്ന സമയത്ത് ചിലമ്പൽ പോലെ സൗണ്ടൊക്കെ ബാക്ക് സൈഡിൽ നിന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ നിലവിലുണ്ട്, ഇനി അങ്ങോട്ടേക്ക് കൂടെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞേ. അപ്പോൾ നമ്മളിപ്പോൾ കുറേ നേരമൊക്കെ നിർത്തിയിട്ടൊക്കെ നോക്കുമ്പോഴേലും വണ്ടി ഷെയ്ക്ക് വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ഓവർഫ്ലോൻ്റെ താഴേക്ക് വരുന്നില്ല. പക്ഷേ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പെട്രോളൊക്കെ ചാടി കിടന്നിട്ടുള്ളൊരു ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് എന്തെങ്കിലും വണ്ടിക്ക് ഉണ്ട്, പക്ഷേ നമുക്കിപ്പോൾ നോക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിലവിൽ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരാമെന്ന് പറഞ്ഞാൽ കാർബറേറ്റർ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് ഫ്ലോട്ട് വാൽവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E20 വേരിയൻറ്റുള്ള പെട്രോളാണ്. അപ്പോൾ ആ മോഡൽ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പഴയ മോഡൽ വണ്ടികൾ, കാർബറേറ്റർ മോഡൽ വണ്ടികൾക്ക് അത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. അതായത് കാർബറേറ്ററും അലുമിനിയം ബോഡിയാണ്, പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്ത കാരണം ഇത് രണ്ടും കെമിക്കൽ റിയാക്ഷൻസിലേക്ക് വന്നിട്ട് ദ്രവിച്ച് പോകണമെന്നാണ് അതിൻ്റെ ഉള്ളിലത്തെ പ്രോബ്ലം. അപ്പോൾ നിലവിൽ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമ്മൾ തുറന്നുമ്പോൾ പെട്രോൾ ഇല്ല, കുഴപ്പമില്ല, ഇടയ്ക്കാണ് ഓവർഫ്ലോ കാണിക്കുക. പക്ഷേ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നേരെ നെഗറ്റീവ് ഫലമായിരിക്കും നമുക്ക് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ തുറക്കുമ്പോൾ തന്നെ പെട്രോൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു കംപ്ലയിൻറ്റ് വരും. 99% വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഞങ്ങൾ ഈ ഇടയ്ക്ക് നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഈ എത്തനോളിൻ്റെ പ്രോബ്ലമായിട്ട് കാർബറേറ്റർ മാറ്റുന്ന സിറ്റുവേഷൻ. ഒട്ടുമിക്ക വണ്ടിയുടെയും കംപ്ലയിൻ്റാണ്, മാറ്റേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു പരിഹാരം എന്ന് പറയാമെന്ന് വെച്ചാൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. പക്ഷേ കാർബറേറ്റർ അസംബ്ലി മാറ്റി വെച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ സെയിം പെട്രോളാണ്. അതും ഇതിൻ്റെ അത്ര ഇല്ലെങ്കിലും കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്നോലെ പെട്രോൾ ലോക്ക് ചെയ്ത് ആവശ്യമില്ലാത്ത നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ലോക്ക് ചെയ്ത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ കാർബറേറ്റർ രണ്ടും കൽപ്പിച്ച് അഴിക്കുക, ക്ലീൻ ചെയ്ത് നോക്കാം. ഓവർഫ്ലോ വരാണെങ്കിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റാം. ഈ ക്ലീൻ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം നമുക്ക് അതിൻ്റെ ക്ലീനറൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഏകദേശം ഒരു 500-550 രൂപ നമുക്കത് ചിലവാക്കിയിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഓവർഫ്ലോ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് ആ ക്ലീനറിൻ്റെയും കാര്യങ്ങളൊക്കെ പൈസയൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. കാർബറേറ്റർ അസംബ്ലി നമ്മൾ മേടിച്ച് പുതിയത് വെക്കേണ്ടിയും വരും. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ചിട്ട് നോക്കിയിട്ട് പറയാം, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തു തരാം. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്, ഏകദേശം മാറ്റേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യും കേട്ടോ. കാരണം ഞാനിപ്പോൾ ബാക്ക് വീൽ അഴിച്ച കാരണമാണ്. അതിന് ശേഷം ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിച്ചിട്ട് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും. ലൈൻഡർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, പ്ലേ ഒക്കെ അത്യാവശ്യമുണ്ട്. ടയർ പുതിയ ടയറാണ്, വീലിൻ്റെ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഷോക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ സൈഡ് ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും അതിൻ്റെ പ്ലേറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫോർക്ക് ലീക്കിൻ്റെ ആരംഭമാണ് കേട്ടോ. ഈ സൈഡും ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ജോബ് കാർഡിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം. കോൺസെപ്റ്റും ചെറിയൊരു ലൂസ് ഉണ്ടാകും, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ട് വരും. ആക്സിലേറ്ററിൻ്റെ കേബിൾ ഓൾറെഡി ഇവിടെ നോക്കുമ്പോൾ ഒടിഞ്ഞ രീതിയിലൊക്കെ നിൽക്കണം കേട്ടോ. അപ്പോൾ കേബിൾ അസംബ്ലി മാറ്റിയാലാണ് നമുക്ക് ആ റേസിങ്ങിൻ്റെ കേസ് റെഡി ആവുള്ളൂ. സ്പാർക്ക് പ്ലഗ് നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പോയിൻ്റ് കുറച്ചും കൂടി ഉണ്ട്, മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2025 ബാറ്ററിയാണ്, 1 വർഷം ആയിട്ടുള്ളൂ. നമുക്കതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13.25 വരെയാണ്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്തെന്നുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിലത്തെ ഷോക്ക് അബ്സോർബറൊക്കെ ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആരംഭമാണ് ഇവിടെ ഓയിൽ ലീക്കൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, അതിപ്പോൾ ഒന്നും ചെയ്യണ്ട, പരമാവധി യൂസ് ചെയ്യാം. ബാക്ക് സൈഡിൽ നിന്ന് തെറിപ്പ് വരുമ്പോൾ അപ്പോഴത്തേക്കും ഇവിടെ ഓയിൽ ലീക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ടാവും. തെറിക്കാൻ തുടങ്ങുമ്പോൾ അഴിച്ച് മാറ്റി കളയാം. ഇത് റിപ്പയർ ചെയ്യാൻ നടക്കില്ല, മാറ്റി പുതിയ ഇടാനേ പറ്റുള്ളൂ.
ഫ്രണ്ട് ഷോക്കിൻ്റെ കേസ് എന്തെങ്കിലും നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടി നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് നമുക്കത് പറയാം. അതിനകത്ത് നമുക്ക് എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ഞാൻ ഈ ചെയിൻ സ്പോട്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഇടുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് അപ്രൂവൽ വരാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ അതിനകത്ത് നമ്മൾ പറയാൻ വിട്ടുപോയൊരു കേസ്, ഹാൻഡ് ലോക്ക് ആവുള്ള എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ട്. നമ്മൾ ഈ ഈ സെറ്റിൻ്റെ കംപ്ലയിൻ്റാണ്. എനിക്ക് തോന്നുന്നത് ഉപയോഗിക്കാതെ ഇരുന്നിട്ട് വന്ന മിസ്റ്റേക്കാണത്. നമുക്കിപ്പോൾ അത് പുറമേ നിന്ന് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ വന്നത് അതിൻ്റെ ലോക്കിൻ്റെ ഒരു ലെഗ് വന്നത് പ്ലാസ്റ്റിക് ടൈപ്പാണ്. അത് ഇത് കക്കി പോയ ശരിക്കും സ്ലിപ്പായി പോയേക്കണ പോലത്തെ ഒരു സംഭവമാണ് അത് വന്നെ. അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കീ സെറ്റായിട്ട് മാറേണ്ടി വരും. അതായത് ഇഗ്നീഷൻ എന്ന് പറയുന്ന ഈ സ്വിച്ച്, അത് ആ ലെങ്തിയുള്ള സ്വിച്ചാണ്. അത് ടാങ്കിൻ്റെ അടപ്പ്, അതേപോലെ തന്നെ സീറ്റിൻ്റെ ലോക്ക്, ലോക്കറിൻ്റെ ലോക്ക്, ഇത്ര ഐറ്റം ഉൾപ്പെടുന്നൊരു കിറ്റാണ്. അതടക്കമാണ് നമുക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ പെടുത്തിയേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ കേട്ടോ.